മനുഷ്യകുലത്തിന് രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രൻ ഭൂമിയിൽ ജനിച്ചതിനെ അനുസ്മരിക്കുന്ന ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവേദിയിൽ ലീമ കലാവേദി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു തിരുപ്പിറവി. സംവിധാനം ജേക്കബ് കൊയിലാട്. ക്രിസ്മസ് സ്നേഹത്തിൻ്റെ ദിവ്യ സന്ദേശമാണ്. അജപാലകൻ വിണ്ണിൽ നിന്ന് മണ്ണിലേക്കിറങ്ങി വന്ന സ്വർഗീയ നിമിഷം. മാലാഖമാർ ആ മംഗളവാർത്ത ലോകത്തെ അറിയിച്ചു. അങ്ങനെ തിരുവെഴുത്തുകൾ നിവൃത്തിയായി. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകിയ ദർശനത്തിലൂടെ ദൈവനിയോഗം ലോകത്തിന് വെളിപ്പെട്ടു. മറിയം, അങ്ങ് ആരാണ്? ഞാൻ ഗബ്രിയേൽ ദൈവദൂതൻ. അങ്ങ് എന്തിനാണ് എനിക്ക് ദർശനം നൽകിയത്? പരിശുദ്ധാത്മാവ് നിന്റെ മേലിറങ്ങി വരും. നീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും. അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ഞാൻ ഒരു കന്യകയാണ്. മറിയം, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവകൽപ്പന നീ ശിരസാ വഹിക്കുക, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു. യഹൂദാചാരപ്രകാരം മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നുവെങ്കിലും അവർ സഹവസിക്കുന്നതിന് മുൻപാണ് മറിയം ഗർഭം ധരിച്ചത്. അതുകൊണ്ടുതന്നെ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ ജോസഫ് തീരുമാനിച്ചു. മറിയത്തെ അപമാനിതയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇനി എനിക്ക് അവളെ മനസ്സുകൊണ്ട് ഭാര്യയായി സ്വീകരിക്കാനും കഴിയില്ല. എൻ്റെ മനസ്സ് കത്തുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജോസഫ്, നിങ്ങൾ ആരാണ്? ദൈവകൽപ്പന നിന്നെ അറിയിക്കാൻ വന്ന ഗബ്രിയേൽ ദൈവദൂതനാണ് ഞാൻ. ദൈവകൽപ്പനയോ? അതെ ജോസഫ്, നീ മറിയത്തെ അവിശ്വസിക്കരുത്. ദൈവമകനെയാണ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തിരുവെഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് ജോസഫിന്റെയും മറിയത്തിന്റെയും പ്രിയപുത്രനായി ദൈവമകൻ ഭൂമിയിൽ അവതരിക്കണം. ഒരു തച്ചനാണ് ഞാൻ. ദൈവമകന്റെ പിതാവെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ യോഗ്യത നിശ്ചയിക്കുന്നത് ദൈവമാണ്. ലോകം നിലനിൽക്കുന്ന കാലത്തോളം നിന്റെ മഹത്വവും നിലനിൽക്കും. സ്വർഗീയ നാഥന്റെ തീരുമാനത്തിന് മുൻപിൽ ഞാൻ ശിരസ് നമിക്കുന്നു. ബെത്ലഹേമിൽ നാമിന് മുട്ടാത്ത വാതിലുകളില്ല. പേറ്റുനോവ് അസഹ്യമായി.
ദൈവം തന്റെ മകന് വേണ്ടി ഒരിടം നൽകാതിരിക്കില്ല. വരൂ. എന്താ? ഞാൻ ജോസഫ്. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം പേരെഴുതിക്കാൻ നസ്രത്തിൽ നിന്ന് വന്നതാണ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? ഇന്ന് രാത്രി ഞങ്ങൾക്ക് തങ്ങാൻ ഒരൽപ്പം സ്ഥലം. അപരിചിതരായ നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണമെന്ന് ദൈവനാമത്തിൽ യാചിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ. ക്ഷമിക്കണം, നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോവുക. എന്റെ ഭവനത്തിൽ ഇടമില്ല. മറിയം, ദൈവം എന്താണ് നമ്മെ കൈവിട്ടത്? അരുത്. ദൈവം അവിടുത്തെ മകന് ജനിക്കാൻ മറ്റെവിടെയെങ്കിലും ഒരു സ്ഥലം കരുതി വെച്ചിട്ടുണ്ടാകും. നമുക്ക് അത് അന്വേഷിച്ച് കണ്ടെത്താം. മഞ്ഞ് പെയ്യുന്നുണ്ട്. മനസ്സും കാലുകളും തളർന്നു കഴിഞ്ഞു. അങ്ങ് പ്രത്യാശ കൈവിടരുത്. വരിക. യൂദയായിലെ ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തുനിന്ന് 3 ജ്ഞാനികൾ ജെറുസലേമിലെത്തി. ഹെറോദീസ് രാജാവ് അസ്വസ്ഥനായി. രാജാധിരാജന്റെ തിരുപ്പിറവി തന്റെ സിംഹാസനത്തിന് ഭീഷണിയാകുമെന്ന് അവൻ ഭയന്നു. അവൻ പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി. യഹൂദരുടെ രാജാവ് ജനിക്കുമെന്ന് തിരുവെഴുത്തുകളിൽ പറയുന്നുണ്ടോ? ഉണ്ട്. അബ്രാഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകളും, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറകളും, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളുമാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എങ്കിൽ ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? യൂദയായിലെ ബത്ലഹേമിൽ എന്നെഴുതപ്പെട്ടിരിക്കുന്നു. പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന ജ്ഞാനികളോട് വരാൻ പറയുക. ഹെറോദേസ് മഹാരാജാവിന് സ്വസ്തി. ജ്ഞാനികളെ, നിങ്ങൾ എങ്ങനെയാണ് രാജാക്കന്മാരുടെ രാജാവിനെ കണ്ടെത്തുക? ഞങ്ങൾ കിഴക്കൊരു ദിവ്യ നക്ഷത്രം കണ്ട് പുറപ്പെട്ടതാണ്. ആ നക്ഷത്രവും ദൈവമകനും തമ്മിൽ എന്താണ് ബന്ധം? നക്ഷത്രം ഞങ്ങൾക്ക് വഴികാട്ടുന്നതിന് വേണ്ടി വിണ്ണിൽ ഉദിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിൽ രക്ഷകനെ കണ്ടെത്തിയാൽ നമ്മെ അറിയിക്കുക. നമുക്ക് മോനെ കുമ്പിട്ട് ആരാധിക്കണം. കൽപ്പന പോലെ. പോയി വരിക. നിങ്ങൾക്ക് യാത്രാമംഗളങ്ങൾ. ഹെറോദീസ് രാജാവിന്റെ തന്ത്രങ്ങൾ ദൈവം അറിഞ്ഞു. ദൈവം അവനെ രക്ഷകനിൽ നിന്ന് അകറ്റി നിർത്തി. ദിവ്യനക്ഷത്രം ജ്ഞാനികളെ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് നയിച്ചു.
ഞങ്ങൾ കിഴക്കുനിന്ന് വരുന്ന ജ്ഞാനികളാണ്. രക്ഷകന്റെ തിരുപ്പിറവി ദർശിച്ച് അത് ലോകത്തെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ എന്റെ മകൻ, മനുഷ്യവർഗത്തിന്റെ വിമോചകൻ. ദൈവപുത്ര, അങ്ങയുടെ തൃപാദങ്ങളിൽ ഞങ്ങൾ നമസ്കരിക്കുന്നു. ക്രിസ്മസ് ദിവ്യമായ അനുസ്മരണമാണ്. പരസ്പര സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ്. ജാതിക്കും മതത്തിനും സംസ്കാരത്തിനും അതീതമായി നമുക്കും ഈ ക്രിസ്മസിനെ വരവേൽക്കാം. തിരുപ്പിറവി ഒരാഘോഷമാക്കി മാറ്റാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. ജോസഫ് ഹരീഷ് ദാസ്, മേരി ക്ലിന്റ് ബിനോയ്, ഏഞ്ചൽ ബിനോയ് ജേക്കബ്, കിങ് ഹെറോൾഡ് ജിജി വലിയാറി, പ്രീസ് ജെറിൻ ജേക്കബ് ആൻഡ് ലിജോ വർഗീസ്, വൈസ്മെൻസ് അജിനു സൈമൺ മാർക്കോസ്, ജേക്കബ് കുയിലാടൻ ആൻഡ് ഷിജി കുര്യൻ, ഹൗസ് ഓണർ Jayan Kuriakos, digital editing Jayandas Audios Plays, നാടക സംവിധാനം ജേക്കബ് കുയിലാടൻ.